നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു വ്യക്തി സ്നേഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി സ്നേഹിക്കുന്ന വ്യക്തിയെ ഒഴിവാക്കാൻ പോകുമ്പോൾ അവർ കാണിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒരു പ്രണയം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു വ്യക്തിക്ക് അവർ സ്നേഹിക്കുന്ന വ്യക്തിയെ ഒഴിവാക്കാൻ അവർ തുടങ്ങുമ്പോൾ അവരിൽ കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ, അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒക്കെ, ഈ അടയാളങ്ങളൊക്കെ വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തി പെട്ടെന്ന് തന്നെ അവരിൽ നിന്ന് ഒഴിവാക്കാൻ നിൽക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നവർ മുൻകൂട്ടി കാണിക്കുന്ന അടയാളങ്ങളിൽ ഒന്നാമത്തേത്, ഇങ്ങനെയുള്ളവർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ ഇവർ വളരെയധികം സ്നേഹം അഭിനയിക്കും എന്നുള്ളതാണ്. എന്നാൽ ഇവർ ഫോണിലൂടെ അല്ലെങ്കിൽ മെസ്സേജിലൂടെയൊക്കെ നിങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങൾ അവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയുള്ള ബന്ധം അവർ പൂർണ്ണമായും കുറച്ചു കൊണ്ടുവരും എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക. എന്നാൽ ആദ്യം ഇവർ അങ്ങനെ ആയിരിക്കില്ല എന്നതും കൂടി നിങ്ങൾക്കറിയാൻ സാധിക്കും. എന്നാൽ നിങ്ങളെ ഒഴിവാക്കാൻ നോക്കുമ്പോഴാണ് ഇങ്ങനെ കാണിച്ചു തുടങ്ങുക. അതായത് ഫോണിൽ കൂടെ നല്ല ബന്ധം ആണെങ്കിൽ ആ ഒരു സ്നേഹബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. എന്നാൽ ഫോണിലൂടെ അങ്ങനെ ഒന്നുമില്ല എങ്കിൽ ആ ബന്ധം പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ അത് കാരണമാകും എന്നുള്ളതാണ്. അത് നേരിട്ട് കാണുമ്പോൾ ഉള്ള സ്നേഹം അത് കാണിക്കും. ഇങ്ങനെ ഫോണിൽ കൂടെ സ്നേഹം കുറച്ച് വരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ അവർ ഒഴിവാക്കുവാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതാണ്. ഇനി അടുത്തതായി, നിങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നവർ മുൻകൂട്ടി ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയുള്ളവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഒരു വ്യക്തി കൂടുതൽ സമയം നിങ്ങളുടെ അടുത്ത് നിൽക്കുകയോ നിങ്ങളോട് കൂടുതൽ സമയം സംസാരിക്കുകയോ ചെയ്യില്ല. ആദ്യമൊക്കെ നിങ്ങൾ സ്നേഹിച്ച് നടക്കുമ്പോൾ വളരെയധികം സമയം നിങ്ങളുടെ കൂടെ അവർ സമയം ചിലവഴിക്കും. എന്നാൽ നിങ്ങളെ ഒഴിവാക്കണം എന്ന ചിന്ത വരുമ്പോൾ ആ വ്യക്തി കൂടുതൽ സമയം നിങ്ങളുടെ അടുത്ത് നിൽക്കില്ല. ആ വ്യക്തി നിങ്ങളെ കണ്ടു, സംസാരിച്ചു, ചിലപ്പോൾ കൂടുതൽ സ്നേഹത്തോടെ സംസാരിക്കും. എന്നാൽ മുന്നേ ഉള്ളതുപോലെ പഴയ കാലത്തെ സംസാരമോ അങ്ങനെ സ്നേഹപ്രകടനമോ ഒന്നും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ ഒന്നും അവരിൽ നിന്ന് ഉണ്ടാക്കില്ല. അപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ട് പോകും. ആ അവസ്ഥയിൽ അവർ എത്തിച്ചേരും എന്നുള്ളതാണ്. ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ, മുൻകൂട്ടി കാണാൻ സാധിക്കുന്നത്, നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് മുൻകൂട്ടി കാണാൻ സാധിക്കുന്ന മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അവർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റാരോടെങ്കിലും അവർ സംസാരിക്കും. മറ്റാരുടെയെങ്കിലും ഫോൺ വന്നാൽ അവർ എടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും, മുന്നേ നിങ്ങൾ അടുത്തുണ്ടാകുമ്പോൾ അവർ അങ്ങനെ ആയിരുന്നില്ല. അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആ സമയം വളരെ വിലപ്പെട്ടതായിരുന്നു അവർക്ക്. അതുകൊണ്ട് തന്നെ അവർ മറ്റു ഫോൺ കോളോ അല്ല മെസ്സേജിന് റിപ്ലൈ കൊടുക്കുവാനോ ഒന്നും അവർ ശ്രമിക്കില്ല. ഫോൺ വന്നാൽ അത് ബിസിയാക്കി വെക്കും, അല്ലെങ്കിൽ പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ ആ ഫോണൊന്നും എടുക്കാൻ നിൽക്കില്ല. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഇപ്പോൾ മറ്റാരോടെങ്കിലും അവർ ഫോണിൽ കൂടി സംസാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ അങ്ങോട്ട് വിളിക്കും. അതുപോലെ തന്നെ അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളോടും സംസാരിക്കും. അങ്ങനെ അവർ അവരോടും നിങ്ങളോടും എല്ലാം ഒരേ സമയം തന്നെ സംസാരിക്കുന്നു. എന്നിട്ട് അവർ ഒന്നും അറിയാത്തതുപോലെ നിൽക്കും. അപ്പോൾ ഇതൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, മുൻകൂട്ടി അവർ കാണിക്കുന്ന ഒരു അടയാളമാണ്, നിങ്ങളെ ഒഴിവാക്കുവാൻ വേണ്ടി മുൻകൂട്ടി കാണിക്കുന്ന ഒരു അടയാളം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാം അവർക്ക് മറ്റെന്തോ വലുതുണ്ട് എന്നുള്ളത്. അതായത് നിങ്ങളെക്കാൾ പ്രധാനപ്പെട്ട മറ്റെന്തോ കാര്യം അവർക്ക് ഉണ്ട് എന്നുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് അത്രയേ ഇമ്പോർട്ടൻ്റ് അവർ തരുന്നുള്ളൂ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നുള്ളത്. ഇനി ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ മുൻകൂട്ടി കാണിക്കുന്ന മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മുന്നേ അവരെ എവിടെയെങ്കിലും വിളിക്കുമ്പോൾ അവർ ഓടി വരും. നിങ്ങൾ വിളിക്കേണ്ട താമസത്തിന് അവർ വന്നിരിക്കും. എന്നാൽ ഇപ്പോൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അവർ പറയും പറ്റില്ല, ബിസിയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറും. എന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ടാക്കി അവർ വരാൻ നിൽക്കില്ല. അപ്പോൾ അവരുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉണ്ട് എന്നതിൻ്റെ ഒരു ലക്ഷണം ആയി നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാം. ഇനി അടുത്തതായി, നിങ്ങളെ ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നവർ മുൻകൂട്ടി കാണിക്കുന്ന അടയാളം, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒഴിഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുന്നവർ കാണിക്കുന്ന അടയാളം എന്താണെന്ന് വെച്ചാൽ, അവരുടെ മുമ്പേ ഉണ്ടായിരുന്ന ഭാവങ്ങളെല്ലാം മാറിക്കാണപ്പെടുക എന്നുള്ളത്. മുന്നേ ഉണ്ടായിരുന്ന ഭാവം എന്താണെന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും. മുന്നേ നിങ്ങളുടെ കൂടെ നടക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ സ്നേഹത്തിൻ്റെ ഭാവങ്ങൾ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു തിരക്കുമില്ല, നിങ്ങളോട് സംസാരിക്കും, അങ്ങനെയല്ല. അപ്പോൾ ഇപ്പോൾ അവരിൽ കാണാൻ സാധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ? ഉണ്ട്. ചിരിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം അങ്ങനെ നിങ്ങൾ ഒഴിവാക്കണമെന്നുള്ള ഒരു ഭാവം അവരിൽ കാണപ്പെടുന്നു എന്നുള്ളത്. ഈ ഭാവം കാണിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്വയം ഒഴിഞ്ഞു പോയിക്കോട്ടെ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ തനിയെ ഒഴിഞ്ഞു പോകണം. അതാണ് അവർ ഇങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെയുള്ള ഭാവങ്ങൾ അവരിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ അടയാളങ്ങളൊക്കെ വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തി ഒഴിവാക്കുവാൻ ശ്രമിക്കുകയാണോ, ഒഴിവാക്കുന്നതിന് മുന്നേ കാണിക്കുന്ന അടയാളങ്ങളാണോ കാണുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ അടയാളങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. അതായത് അവർ നിങ്ങളെ ഒഴിവാക്കുവാൻ ശ്രമിക്കുകയാണ് എന്നുള്ളത് അതിന് മുന്നേ തന്നെ തിരിച്ചറിയുവാൻ ശ്രമിക്കുക. അതായത് ആത്മാർത്ഥ സ്നേഹം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്